ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. വർഷം ഒന്നാവാറായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ 2 ഹൈമാസ് ലൈറ്റുകൾ അന്ധകാരത്തിലായിട്ട് 6 മാസം മുൻപ് അതിൽ ചിലത് അഴിച്ചെടുത്ത് റിപ്പയർ ചെയ്യാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അന്നത്തെ കൗൺസിലർ നഫീസ നാസർ അലി ഈ വിഷയം നിരന്തരം നഗരസഭയിൽ അറിയിച്ചുകൊണ്ടിരുന്നെങ്കിലും രക്ഷയുണ്ടായില്ല. ഹൈമാസ് ലൈറ്റിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അത്താണി സിലിക്കിന് കത്ത് നൽകിയിട്ടുണ്ട് എന്ന കത്തുപാട്ട് മാത്രം കേട്ടുകൊണ്ടിരുന്നു. അതിന് ഇടയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. എന്നിട്ടും ഹൈമാസ് ലൈറ്റിൽ നിന്നും പ്രകാശം മാത്രം വന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഈ വിഷയം രേഖാമൂലം സമിതിയുടെ അധ്യക്ഷൻ മനോജ് കടമ്പാട്ടിന് നൽകുന്നത്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് 2 ഹൈമാസ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് 4 മാസത്തിൽ അധികമായിരിക്കും. ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. പ്രദേശം സ്ഥിരം അപകട മേഖലയാണ്. രാത്രികാല കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് നൽകണമെന്ന് പരാതിപ്പെട്ടു. അത് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആൾക്കാരുണ്ടാ, KCB അറിയില്ല. രേഖാപ്രകാരം ആളുകളുടെ ജീവന അപകടം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. സഭയിൽ അടുത്ത മാസം കൃത്യമായിട്ട് നടപ്പിലാവും. പരാതി നൽകി പിറ്റേ ദിവസം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹൈമാസ് ലൈറ്റിന് ചുവട്ടിലെത്തി. തുടർന്ന് ഒരാഴ്ച കൊണ്ട് ഹൈമാസ് ലൈറ്റുകളിൽ 1 കത്തിച്ചു നൽകി. അങ്ങനെ ഒരു ഭാഗത്തെ രാത്രികാല അപകടാവസ്ഥ പരിഹരിച്ചു കിട്ടി. പ്രശ്നം പരിഹരിക്കുന്നതിന് ഇപ്പോഴത്തെ കൗൺസിലർ SAA ആസാദുക്കയുടെ സാന്നിധ്യവും സ്ഥലത്തുണ്ടായിരുന്നു. 1 കത്തിയെങ്കിലും മറ്റൊന്ന് ഇപ്പോഴും അന്ധകാരത്തിലാണ്. ഇതുകൂടാതെ വടക്കാഞ്ചേരി ടൗണിലെ ലാമിയ സിൽക്സ് മുതൽ വടക്കാഞ്ചേരി മൈജി ഷോറൂം വരെയും വടക്കാഞ്ചേരി മേൽപ്പാലത്തിന്റെ ഒരു വശവും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതെ ഇപ്പോഴും ആ പ്രദേശം ഇരുട്ടിലാണ്. സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നതിന് വേണ്ടി അത്താണി സിലിക്കിന് കത്തെഴുതിയെന്നും മറ്റു നിസ്സാര കാരണങ്ങളും പറഞ്ഞിരിക്കുന്ന നഗരസഭയോട് പറയുവാനുള്ളത്, വെളിച്ചമെന്നത് ഏതൊരു നാടിന്റെയും പ്രാഥമിക ആവശ്യവും അവകാശവുമാണ്. വടക്കാഞ്ചേരിയുടെ ഒരു സുപ്രധാന പ്രദേശത്ത് 6 മാസത്തിൽ അധികമായിട്ടും ആവശ്യത്തിന് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ പരാജയവും കെടുകാര്യസ്ഥതയുമായി ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഒരു പഞ്ചായത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതലാണ് വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നികുതി ഇനത്തിൽ അധികം നൽകുന്നത്. ആ അധികം നൽകുന്ന നികുതിക്ക് പകരമായി ജനങ്ങൾക്ക് ആവശ്യമായ പ്രാഥമികമായ ഇത്തരത്തിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചങ്ങൾ കൃത്യമായി നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയ്ക്ക് ഉണ്ടെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സംസ്ഥാന പാതയിൽ രാത്രികാല സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു നൽകുമെന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.